ശാസ്ത്രീയ ഋഗ്വേദ പഠനം ക്ലാസ് 131. നമ്മൾ മണ്ഡലം 1 സൂക്തം 72 ഇന്ന് നോക്കുന്നത്. നമുക്ക് ആദ്യം ഒന്നാമത്തെ മന്ത്രത്തിൽ എന്താണ് പറയുന്നത് എന്ന് നോക്കാം. ഇവിടെ ഇതിലെ ദേവത ഇന്ദ്രനാണ്. അപ്പോൾ എന്താണ് പറയുന്നതെന്ന് നമുക്ക് നോക്കാം. ഋഗ്വേദം മണ്ഡലം 1 സൂക്തം 72-1. ഋഷി പരാശരൻ, ദേവത അഗ്നി, ഛന്ദസ് പങ്ക്തി തൃഷ്ടുപ്പ്. നികാവ്യാവേദസ ശശ്വത കർഹസ്തേദധാനോ നര്യ പുരൂണി അഗ്നിർഭുവത് ദൈവധീരയീണാം സത്ര ചക്രാണോ അമൃതാനി വിശ്വാം. വളരെയധികം ധനം കയ്യിലെടുത്തിരിക്കുന്ന മനുഷ്യരുടെ ഹിതാനുവർത്തിയായ അഗ്നി വിധാതാവിൻ്റെ ജ്ഞാനത്തോടുകൂടി എല്ലാ രമണീയ ധനങ്ങളെയും ഉൽപ്പാദിപ്പിച്ചുകൊണ്ട് ഐശ്വര്യങ്ങളുടെ അധിപതി ആയിരിക്കുന്നു. മനുഷ്യരുടെ നന്മ ആഗ്രഹിക്കുന്ന അഗ്നി മനുഷ്യരുടെ നന്മയ്ക്ക് വേണ്ടിയിട്ട് തന്നെയാണ് ഉണ്ടായിരിക്കുന്നത്. കാരണം എന്ത് കർമ്മം ചെയ്യേണ്ടെങ്കിലും ഊർജമുണ്ട്. ഊർജമാണ് അഗ്നി. അപ്പം നമ്മൾ എന്തെങ്കിലും കർമ്മം ചെയ്യേണ്ടെങ്കിൽ അഗ്നി അല്ലെങ്കിൽ ഊർജം ഉണ്ടായേ പറ്റൂ. അതിന് പല രൂപങ്ങളുണ്ട്. അപ്പം നമുക്ക് വേണ്ടി തന്നെയാണ് അഗ്നി ഉണ്ടായിരിക്കുന്നത്. അപ്പം നമ്മുടെ നന്മയ്ക്ക് വേണ്ടി തന്നെയാണ് അഗ്നി ആഗ്രഹിക്കുന്നത്. ധനം കയ്യിലെടുക്കുന്നു എന്ന് പറഞ്ഞാൽ നമുക്ക് ധനം തരാനായിട്ട് അഗ്നി ധനം കയ്യിലെടുക്കുന്നു. എങ്ങനെയാണ് ധനം ഉണ്ടാക്കുന്നത്? നമ്മൾ കൊടുക്കുന്ന വസ്തുക്കളെ അത് വിലയുള്ള വസ്തു ആക്കി മാറ്റും. അങ്ങനെയാണ് ധനം ഉണ്ടാകുന്നത്. ഇപ്പം അരി വില കുറഞ്ഞ ഒരു സാധനമാണ്. മുളപ്പിക്കാനല്ലേ പറ്റും. പിന്നെ പക്ഷികൾക്കെല്ലാം ഇട്ട് കൊടുക്കാം. പക്ഷേ നമുക്ക് തിന്നണ്ടിക്കലതിനെ അഗ്നി ഉപയോഗിച്ചിട്ട് വില കൂടിയ ചോറാക്കി മാറ്റും. അപ്പം അതിൻ്റെ വില കൂടുകയാണ്. നമ്മൾ വാങ്ങുന്ന അരിൻ്റെ വിലയല്ല ചോറാകുമ്പോഴുള്ളത്. അപ്പം ധനം കയ്യിലെടുക്കുന്നു. ആർക്ക് വേണ്ടി? നമുക്ക് തരാൻ തന്നെ. അത് വിധാതാവിൻ്റെ ജ്ഞാനം ഉപയോഗിച്ച് എങ്ങനെയാണത് ചോറാക്കി മാറ്റുന്നത്? വിധാതാവിൻ്റെ ജ്ഞാനം. വിധാതാവ് എന്ന് പറഞ്ഞാൽ പ്രകൃതി സൃഷ്ടി നടത്തിയതിൻ്റെ പിന്നിലുള്ള ജ്ഞാനം. നമ്മൾ സയൻസ് തത്വം ഉപയോഗിച്ചിട്ടാണ് അരിയെ പദം വരുത്തിയിട്ട് ചോറാക്കുന്നത്. ആ സയൻസ് തത്വം എന്താണ്? നമ്മൾ അരിയെ വെള്ളത്തിലിട്ട് ചൂടാക്കുമ്പോൾ അതിൽ ചില രാസപ്രവർത്തനങ്ങളെല്ലാം നടക്കും. എന്നിട്ട് അതിൻ്റെ ഇൻറ്റേർണൽ സ്ട്രക്ചർ മാറും. ആ സ്ട്രക്ചർ മാറുമ്പോഴാണത് സോഫ്റ്റായ ചോറായിട്ട് മാറുന്നത്. ഈ സയൻസ് തത്വം പ്രകൃതിയിൽ നിന്ന് നമ്മൾ പഠിച്ചിട്ട് ഉപയോഗിക്കുന്നതാണ്. ഒരു ശാസ്ത്രതത്വവും നമ്മളുണ്ടാക്കിയല്ല. പ്രകൃതിയിലുള്ള ശാസ്ത്രതത്വങ്ങളെ, ആറ്റങ്ങളെ പറ്റി പഠിക്കുന്നു. അതിലെന്ത് ചൂടാക്കിയാൽ എന്ത് സംഭവിക്കും എന്നുള്ളതെല്ലാം പ്രകൃതിയിൽ നിന്ന് നമ്മൾ മനസ്സിലാക്കിയിട്ടാണ് നമ്മളത് ഉപയോഗിക്കുന്നത്. അപ്പം വിധാതാവിൻ്റെ ജ്ഞാനം ഉപയോഗിച്ചിട്ടാണ് അഗ്നി എന്ത് ചെയ്യുന്നത്? എല്ലാ ധനങ്ങളും നേടിയിട്ട് നമ്മൾ എന്തും സയൻസിൻ്റെ അടിസ്ഥാനത്തിൽ പുതിയ വസ്തുക്കൾ ഉണ്ടാക്കിയിട്ട് വിൽക്കുമ്പോൾ ധനം നേടുന്നു. അതോടെ അവനെ ഐശ്വര്യത്തിൻ്റെ അധിപനാക്കി മാറ്റുന്നു. എല്ലാ ഐശ്വര്യങ്ങളിലും തെരഞ്ഞവനാക്കി മാറ്റുന്നു മനുഷ്യൻ. അപ്പോൾ ഊർജം തന്നെയാണ്, അഗ്നി തന്നെയാണ് പുതിയ പുതിയ വസ്തുക്കളെല്ലാം നിർമ്മിച്ചിട്ട് നമ്മൾ സമൂഹത്തിൽ ഉന്നത നിലയിലേക്ക്, ലോകത്തിൽ ഉന്നത നിലയിലെ പ്രാപിക്കുന്നു. ഇനി 2 എന്താണ് പറയുന്നത് നോക്കാം. ഋഗ്വേദ മണ്ഡലം 1 സൂക്തം 72-2. അസ്മേ വത്സം പരിഷന്തം ന വിന്ദൻ ഇച്ഛന്തോ വിശ്വേ അമൃതാമൂരാ ക്ഷമയുവ പദവ്യോ ധിയം ധ തസ്ത്യ പദേ പരമേ ചാർവഗ്നേ. നമ്മുടെ പ്രിയനായ അഗ്നിയെ ആഗ്രഹമുണ്ടായിരുന്നിട്ടും അമരന്മാരും സുമതികളുമായ ദേവതകൾ ശരിക്ക് ഗ്രഹിച്ചിട്ടില്ല. അവർ ക്ഷീണിച്ച പാദങ്ങളാൽ നടന്ന് ഭക്തിയോടുകൂടി അഗ്നിയുടെ ഇരിപ്പിടത്ത് എത്തി. അഗ്നിയെ ആഗ്രഹിച്ചുകൊണ്ട് ദേവന്മാരെല്ലാം നടന്നു എന്ന് പറയുകയാണ്. എന്തുകൊണ്ട്?
അവർ ക്ഷീണിച്ചു. അമരന്മാരാണ്, ദേവന്മാർ അമരന്മാരാണ്, അവർക്ക് നാശമില്ല. എന്നാലും അവർ ക്ഷീണിച്ചിട്ട് അവരുടെ രക്ഷക്കായിട്ട് ക്ഷീണിച്ച പാദത്തിൽ നടന്നിട്ട് അവർ അഗ്നിയുടെ അടുത്തെത്തി. അപ്പോഴാണ് അവർ ഉഗ്രന്മാരായി മാറുന്നത്. ഉദാഹരണമായിട്ട് ഈ മണ്ണ് എന്ന് പറയുന്നത് ദേവതയാണ്, മണ്ണ്. പക്ഷെ നമ്മളതിനെ കുഴക്കുക എന്ന് പറഞ്ഞാൽ ഊർജ്ജം ഉപയോഗിച്ചിട്ടാണ്, അഗ്നി ഉപയോഗിച്ച് തന്നെയാണ്. അഗ്നി എന്ന് പറഞ്ഞാൽ ഊർജ്ജമാണ്. കുഴച്ച് മൺകട്ടയുടെ ലെവലിലാക്കിയിട്ട് വെയിലത്ത് വെച്ച് അല്ലെങ്കിൽ ചൂളയിൽ വെച്ച് അഗ്നിയിൽ വെച്ച് ഉണക്കിയെടുക്കുമ്പോൾ അത് നല്ല വിലയുള്ള കട്ടയാണ്. അതിൻ്റെ മഹത്വം കൂടി. ചളിയായി കിടന്നിരുന്ന ആ മണ്ണ് വിലയുള്ള ഇഷ്ടിക മാതിരിയുള്ള അവസ്ഥയിലേക്ക് മാറി. ആരാണത് മാറ്റിയത്? അഗ്നി. അപ്പം ഈ ദേവതകൾക്ക്, പ്രപഞ്ചത്തിലുള്ള വസ്തുക്കൾക്ക് അഗ്നിയുടെ സഹായത്താൽ എന്ത് പറ്റുകയാണ്? അതിൻ്റെ മൂല്യം വർദ്ധിക്കുകയാണ്. അത് ഉന്നത നിലയിലേക്ക് പോവുകയാണ്. മണ്ണിൽ സ്വർണ്ണമുണ്ടെന്ന് വെച്ചാൽ ആ മണ്ണ് കൊണ്ട് നമുക്ക് കാര്യമൊന്നുമില്ല. പക്ഷേ അതിനെ സംസ്കരിച്ച് അതിൻ്റെ അകത്ത് സ്വർണ്ണം എടുക്കുമ്പോൾ അതിൻ്റെ മൂല്യം എന്തായി? വർദ്ധിച്ചു. അതെങ്ങനെയാണ് സംസ്കരിക്കുന്നത്? ഊർജത്തിൻ്റെ സഹായത്താൽ തന്നെ. ഇനി 3 ഋഗ്വേദം മണ്ഡലം 1 സൂക്തം 72-3 തിസ്രോയദഗ്നേ ശരത്വാം ഇച്ഛുജിം കൃതേന ശുചയാ സപര്യാൻ നാമാനി ചിദ്ദതിരേ യജ്ഞിയാനി അസൂയന്തന്നസുജാതാഹ. മരുത്തുക്കൾ 3 വർഷക്കാലം അഗ്നിയെ പൂജിച്ചു. അപ്പോൾ അവർ യജ്ഞയോഗ നാമം ധരിച്ച് ഉച്ചദേവന്മാരിൽ നിന്ന് ജനിക്കുകയും അമരത്വം പ്രാപിക്കുകയും ചെയ്തു. മരുത്തുക്കൾ 3 വർഷക്കാലം അഗ്നിയെ പൂജിച്ചു എന്ന് പറയുകയാണ്. എങ്ങനെയാണ് മരുത്തുക്കൾ ഉണ്ടായതെന്ന് നമുക്കറിയാം. പ്രപഞ്ചത്തിൽ ആദ്യം കുറേ വസ്തുക്കളെല്ലാം, ആറ്റങ്ങളെല്ലാം ഉണ്ടായതിന് ശേഷം അവയെല്ലാം കൂടിച്ചേർന്നിട്ട് വലിയ വസ്തുക്കളായി. അതെല്ലാം പരസ്പരം ആകർഷിച്ചിട്ട് വലിയൊരു ഗോളമായി മാറി. ആ ഗോളം പൊട്ടിത്തെറിച്ചിട്ടാണ് 49 മരുത്തുക്കളായി രൂപം കൊണ്ടത്. അങ്ങനെയാണ് പ്രപഞ്ചം 49 മരുത്തുക്കളുടെ കൂട്ടമായി മാറിയത്. ആ പൊട്ടിത്തെറിക്കാണ് ആധുനിക സയൻസ് ബിഗ് ബാങ് എന്നെല്ലാം പറയുന്നത്. അതെന്തുകൊണ്ടാണ് പൊട്ടിത്തെറിച്ചത്? അഗ്നിയുടെ സഹായത്താൽ. അപ്പം 3 വർഷക്കാലം ആ ഉണ്ടായ വസ്തു അങ്ങനെ കിടന്നിട്ട്, 3 വർഷം എന്ന് പറഞ്ഞാൽ ഏകദേശം പറയുന്നതായിട്ട് കണ്ടാൽ മതി, കുറച്ചു കാലം അങ്ങനെ കിടന്നു. അതിൻ്റെ ശേഷം ഒരു നാള് അഗ്നിയുടെ സഹായത്താൽ ആ ഉണ്ടായ സാധനം പൊട്ടിത്തെറിച്ച് 49 മരുത്തുക്കളായി മാറി. അതോടുകൂടിയാണ് അവർ യജ്ഞകർത്താക്കളായി. ഈ മരുത്തുക്കൾ കൂടിയതാണ് പ്രപഞ്ചം. പ്രപഞ്ചം എന്ന് പറഞ്ഞാൽ 49ഓളം മരുത്തുക്കൾ കൂടിയതാണ്. അവയുടെ ആ ഒരു മരുത്തിലാണ് നമ്മുടെ സൂര്യനും നമ്മളും എല്ലാം ഉള്ളത്. അപ്പോൾ ആ ഗ്രഹങ്ങളുടെയും മരുത്തുക്കളുടെയും എല്ലാം ചലനമനുസരിച്ചിട്ടാണ് ഭൂമിയിലുള്ള പുരോഗതികളെല്ലാം നടക്കുന്നത്. മഴ പെയ്യുന്നതിനും മരുത്തുക്കൾക്ക് വലിയ സ്വാധീനമുണ്ട്. അവയുടെ ചലനം, ഭൂമിയിലുണ്ടാക്കുന്ന ഇൻഫ്ലുവൻസ്, അതെല്ലാം മഴക്ക് പ്രേരിപ്പിക്കുന്നത്. അപ്പോൾ അവരെന്തായി? യജ്ഞകർത്താക്കളായിട്ട് മാറി. അഗ്നിയുടെ സഹായത്താൽ വെറുതെ ഒരു പിണ്ഡമായി കിടന്നിരുന്ന ആ ഗോളം പൊട്ടിത്തെറിച്ച് 49 മരുത്തുക്കളും അതിൻ്റെ അകത്ത് കുറേ നക്ഷത്രങ്ങളും എല്ലാമായിട്ട് മാറി. അതോടുകൂടി അവർ യജ്ഞകർത്താക്കളായ ഉച്ചദേവന്മാരായി ജനിച്ചു, വലിയ ദേവന്മാരായി. അങ്ങനെ അമരത്വം പ്രാപിച്ചു. ഏതിൻ്റെ സഹായത്താൽ? അഗ്നിയുടെ സഹായത്താൽ. ഇനി 4 ഋഗ്വേദം മണ്ഡലം 1 സൂക്തം 72-4 ആരോദസി ബൃഹദീ വേവിദാന പ്രരുദ്രിയാജഭ്രിരേജ്ഞിയാസ വിദന്മർത്തോ നേമധിത ചികിത്വാൻ അഗ്നിപദേ പരമേതസ്തിവാംസം. മഹത്തായ ഭൂമിയെയും ആകാശത്തെയും വിളംബരം ചെയ്തുകൊണ്ട് പൂജ്യരായ മരുത്തുക്കൾ യോഗ്യമായ സ്തോത്രങ്ങൾ കൊണ്ട് അഗ്നിയെ സ്തുതിച്ചു. അപ്പോൾ അവർക്ക് ഉത്തമ സ്ഥാനത്ത് ആയിരിക്കുന്ന അഗ്നിയെ കാണാൻ കഴിഞ്ഞു. ഋഗ്വേദം മണ്ഡലം 1
ഭൂമിയെയും ആകാശത്തെയും അറിയിക്കുന്ന വിധം അവർ അഗ്നിയെ സ്തോമത്താൽ ചുരിച്ച് പ്രത്യക്ഷമാക്കി. അപ്പോഴവർ അഗ്നിയുടെ മഹത്വം മനസ്സിലാക്കി. ഈ മരുത്തുക്കള് അഗ്നിയുടെ സഹായത്താലാണ് പൊട്ടിത്തെറിച്ചിട്ട് ഇന്ന് നമ്മൾ കാണുന്ന ഭൂമിയും ആകാശമെല്ലാമായിട്ട് മാറിയത്. ആകാശത്തിൽ എന്തുണ്ട്? 49 മരുത്തുക്കളുണ്ട്. അതിൽ ഓരോ മരുത്തിലും ഇഷ്ടംമാരി ഗ്രഹങ്ങളും നക്ഷത്രങ്ങളും എല്ലാം ഉണ്ട്. അതെല്ലാമായി മാറിയത് ആ പൊട്ടിത്തെറിയിലൂടെയാണ്. അത് അഗ്നിയുടെ സഹായത്താലാണ്. അതിനവർ അഗ്നിയെ സ്തുതിച്ചു, അതിൻ്റെ പ്രത്യക്ഷമാക്കി, അതിലൂടെ അഗ്നിയം അവർ അതിൻ്റെ മഹത്വം മനസ്സിലാക്കി. അങ്ങനെയാണ് നമ്മുടെ ഭൂമിയും സൂര്യനും മുകളിലുള്ള ആകാശങ്ങളും എല്ലാം ഉണ്ടായത്. ഇനി 5 ഋഗ്വേദം മണ്ഡലം 1 സൂക്തം 72 5 സംജാനാന ഉപസീതന്നഭിജ്ഞു പത്നീബന്ധോ നമസ്യം നമസ്യൻ രിരീകോംസ തന്വ കൃണ്വത സ്വാസഖാസഖ്യുർ നിമിഷിരക്ഷമാണ. ദേവഗണങ്ങൾ ദത്തചിത്തരായി തങ്ങളുടെ പത്നീസമേതം മുട്ടുകുത്തി നിന്ന് അഗ്നിയെ പൂജിച്ചു. പിന്നീട് അഗ്നിയെ മിത്രമായി കരുതി സ്വയം ശോഷിതരായി യജ്ഞം നടത്തി തങ്ങളുടെ ശരീരം രക്ഷിച്ചു. ദേവകൾ പത്നി സമേതം അഗ്നിയെ പൂജിച്ചു. ദേവകൾ എന്ന് പറഞ്ഞാൽ ഈ പ്രപഞ്ചത്തിലുള്ള വസ്തുക്കളെല്ലാം ദേവതകളാണ്. അത് പത്നി സമേതം എന്ന് പറഞ്ഞാൽ എല്ലാം ദ്വയമായിട്ടാണ് സൃഷ്ടിച്ചിരിക്കുന്നത്. ആസിഡ് ഉണ്ടെങ്കിൽ ബേസ് ഉണ്ട്. അപ്പോൾ എല്ലാത്തിനും ദ്വയമുണ്ട്. ഇപ്പം വെള്ളം തന്നെ H പോസിറ്റീവായിട്ട് എടുക്കുക, OH നെഗറ്റീവായിട്ട് എടുക്കുക. വെള്ളം 2ആയിട്ട് വിഭജിച്ച് വെച്ചാൽ പോസിറ്റീവ് ഹൈഡ്രജനും നെഗറ്റീവ്. പോസിറ്റീവ് 2 തരത്തിലുള്ള അസിഡിക്, ബേസിക്, ഈ തരത്തിലായി മാറും. എല്ലാം ദ്വയമാണ്. മനുഷ്യരിൽ തന്നെ പുരുഷനിൽ. അപ്പോൾ എല്ലാം ദ്വയമായിട്ടാണ് ദേവതകളുള്ളത്. അത് അഗ്നിയെ പൂജിച്ചിട്ടാണ് പുതിയ പുതിയ വസ്തുക്കളായിട്ട്. ആറ്റങ്ങൾ തന്നെ, ആറ്റം എന്ന നിലയിൽ നമുക്ക് വലിയ ഗുണമൊന്നുമില്ല. പക്ഷേ ആറ്റങ്ങൾ കൂടി ചേർന്നിട്ടാണ് നമ്മൾ ഈ പറയുന്ന നമുക്ക് ഗുണമുള്ള വിലയുള്ള വസ്തുക്കളായിട്ട് മാറിയിരിക്കുന്നത്. അപ്പം ദേവതകളെല്ലാം അഗ്നിയുടെ മിത്രമായി തീർന്നുകൊണ്ട് യജ്ഞത്തിലൂടെ അവരുടെ ശരീരത്തെ രക്ഷിച്ചു എന്ന് പറയുകയാണ്. ഇനി 6 ഋഗ്വേദ മണ്ഡലം 1 സൂക്തം 72 6 ത്രിസപ്തയത് ഗുഹ്യാനി തേ ഇത്പദാവിന്ദന്നിഹിതാ യജ്ഞിയാസാം തേഭി രക്ഷന്തേ അമൃതം സജോഷ പശൂം ച സ്ഥാദൃശ്ച രഥം ച പാഹി. അഗ്നിയിൽ സ്ഥിതി ചെയ്യുന്ന 21 യജ്ഞങ്ങളെ ദേവഗണങ്ങൾ പ്രാപിച്ചു. അവർ അവയാൽ രക്ഷിക്കപ്പെട്ടിരിക്കുന്നു. അഗ്നി മൃഗങ്ങളെയും സ്ഥാവര ജംഗമങ്ങളെയും സംരക്ഷിക്കുന്നു. അഗ്നിയിലൂടെ 21 തരം യാഗങ്ങൾ ദേവതകൾ നടത്തുന്നുണ്ട്. ഇപ്പം നമ്മൾ അഗ്നിയെ തന്നെ പലതായിട്ട് വിഭജിച്ചിട്ട് നമ്മൾ ചെയ്യുന്ന കർമ്മങ്ങളെ അഗ്നിയുടെ പല രൂപത്തിലാണ് ഉപയോഗിക്കുന്നത്. ഉദാഹരണമായിട്ട് അഗ്നിയെ ചൂട് രൂപത്തിൽ ഉപയോഗിക്കും, വെളിച്ച രൂപത്തിൽ ഉപയോഗിക്കും, ശബ്ദരൂപത്തിൽ ഉപയോഗിക്കും. അതേപോലെ തന്നെ ഇലക്ട്രോ മാഗ്നറ്റിക് വേവ്സ് രൂപത്തിലെല്ലാം ഇലക്ട്രിസിറ്റി, ആ തരത്തിൽ കെമിക്കൽ, ഇങ്ങനെയെല്ലാമായിട്ട് അവർ 21 തരത്തിലാണ് അഗ്നി ഉപയോഗിച്ചിട്ടുള്ള യാഗങ്ങളെ 21 തരമായിട്ട് അവർ തരംതിരിച്ചിരിക്കുന്നു. അഗ്നി ഉപയോഗിച്ചിട്ട് നമുക്കെന്ത് ചുട്ടെടുക്കാം, തണുപ്പിച്ചിട്ട് അതും വേറൊരു യാഗം തന്നെയാണ്. അഗ്നിയെ തണുപ്പിച്ചിട്ട് വേറെ തരത്തിലാക്കി മാറ്റാം. അഗ്നിയിൽ നിന്ന് വെളിച്ചം ഉപയോഗിക്കാം. ഇങ്ങനെ പല രൂപത്തിലാണ് അഗ്നി. ഊർജം എന്ന നിലയിലാണ് അഗ്നിയെ കാണേണ്ടത്. ഊർജം എന്ന നിലയിൽ 21 തരത്തിൽ യാഗങ്ങൾ ദേവഗണങ്ങൾ പ്രാപിച്ചു. ദേവഗണങ്ങൾ എന്ന് പറഞ്ഞാൽ ഈ ലോകത്തിലുള്ള വസ്തുക്കളെല്ലാം ഒന്നിൽ നിന്ന് മറ്റൊന്നാക്കാൻ 21 തരത്തിൽ അഗ്നിയെ ഉപയോഗിക്കുന്നുണ്ട് എന്ന് സാരം. അതിലൂടെയാണ് ദേവഗണങ്ങൾ രക്ഷപ്പെട്ടത്. എന്ത് രക്ഷപ്പെട്ടത്? ഇപ്പോൾ ഹൈഡ്രജൻ ഓക്സിജന് വെള്ളമാകണം എന്ന് തോന്നിയാൽ അഗ്നിയുടെ സഹായം സ്വീകരിച്ചാൽ ഹൈഡ്രജൻ ഓക്സിജനും കൂടി ചേർന്നിട്ട് വെള്ളമാകും.
ഹൈഡ്രജനും കാർബണും ഓക്സിജനും കൂടിയിട്ട് പഞ്ചസാരയാകണമെന്ന് വിചാരിച്ചു കഴിഞ്ഞാൽ അഗ്നി അതിനെ പഞ്ചസാരയാക്കിക്കൊള്ളും. അങ്ങനെ എല്ലാം അഗ്നിയുടെ സഹായത്താലാണ്. അപ്പോൾ ദേവഗണങ്ങൾ 21 തരത്തിൽ അഗ്നിയെ ഉപയോഗിച്ചിട്ട് അതിലൂടെ അവർ രക്ഷപ്പെട്ടു എന്ന് പറയാണ്. അഗ്നി മൃഗങ്ങളുടെയും സ്ഥാവരങ്ങളുടെയും രത്നം. മൃഗങ്ങൾക്കും എല്ലാറ്റിനും അഗ്നി വേണം. ഈ ലോകത്തിൽ എന്തെല്ലാം ഉണ്ട് അതിനെല്ലാം അഗ്നി വേണം. മൃഗങ്ങൾക്ക് ഊർജം കിട്ടാൻ തന്നെയാണ് തിന്നുന്നത്. നമുക്ക് ശരീരം ചൂടുണ്ടെങ്കിലേ ശരീരം നിലനിൽക്കുള്ളൂ. അപ്പോൾ അഗ്നി എല്ലാവരെയും രക്ഷിക്കുകയാണ്. ഇനി 7 ഋഗ്വേദം മണ്ഡലം 1 സൂക്തം 72-7 വിദ്യാം അഗ്നി വയുനാനി ക്ഷിതീനാം വ്യാനുഷുരുധോ ജീവസേഥ അന്തർവിദ്യാം അധ്വനോ ദേവയാനാനതന്ത്രോ ദൂതോ അഭവ കവിർവാട്. മനുഷ്യരുടെ നടപടികളുടെ ജ്ഞാതാവായ അഗ്നി ജീവൻ കാരണമായി അന്നത്തെ സ്ഥാപിച്ചു. അതുപോലെ ദേവമാർഗങ്ങൾ അറിയുന്ന അഗ്നി നിരാലസ്യനായി ഹവിർവാഹകനായ ദൂതനായി തീർന്നു. മനുഷ്യരുടെ ജീവൻ നിലനിർത്താനാണ് അഗ്നിയെ സ്ഥാപിച്ചത്. ആ ശക്തിവിശേഷ അഗ്നി തന്നെയാണ് ഉണ്ടാക്കിയത് മനുഷ്യരുടെ ജീവൻ നിലനിർത്താൻ. നമ്മുടെ ജീവൻ നിലനിർത്തണമെങ്കിൽ ശരീരത്തിലൊരു ചൂട് വേണമല്ലോ. ആ ചൂട് കുറഞ്ഞു പോയാൽ പനി വരുമ്പോൾ കൂടിപ്പോകുന്ന കുഴപ്പമാണ്. അപ്പോൾ ഓരോ ജീവജാലങ്ങളെ നിലനിർത്താൻ തന്നെ ഒരു ചൂടുണ്ട്. അപ്പോൾ മനുഷ്യരുടെ ജീവൻ നിലനിർത്താനാണ് അഗ്നിയെ സൃഷ്ടിച്ചത്. അതോടുകൂടി തന്നെ ആലസ്യം വിട്ട് ആവിർവാഹകനായ ദൂതനുമായി. അതോടുകൂടി അഗ്നി ആലസ്യം വിട്ട് അത് പിന്നെ വളരെ ആക്റ്റീവായി. അപ്പം ശരീരത്തിൻ്റെ ചൂട് എന്ന അവസ്ഥയിൽ നിന്നും അത് മാറി വളരെ ആക്റ്റീവായിട്ട് ദൂതനായിട്ട് മാറി. സന്ദേശങ്ങൾ കൈമാറുന്ന അവസ്ഥയിലേക്ക് അഗ്നി എത്തി. അതേതാണ്? ഇന്ന് നമ്മൾ മൊബൈലും ഇതെല്ലാം ഉപയോഗിച്ചിട്ട് സന്ദേശങ്ങളാണ് കൈമാറുന്നത്. അപ്പം ശരീരത്തിൻ്റെ ചൂട്, ഭൂമിയുടെ ചൂട് നിലനിർത്തുക എന്ന ചൂട് എന്ന പ്രതിഭാസം വിട്ട് അത് ഉയർന്നിട്ട് ഏത് ലെവലിലേക്ക് എത്തി? അങ്ങ് സന്ദേശങ്ങൾ കൈമാറുക. എവിടെ വേണമെങ്കിലും ഇപ്പോൾ അമേരിക്കയിലേക്ക് വേണ്ടിക്ക് ഇപ്പം നമ്മൾ നേരിട്ട് ഫോണിലൂടെ സംസാരിക്കാം. രണ്ടും തമ്മിലുള്ള വ്യത്യാസം എന്താണ്? നമ്മൾ അടുത്തടുത്ത് സംസാരിക്കാം, അപ്പുറം ഇപ്പോഴും ഇരുന്ന് സംസാരിക്കും. ഇതും അതേപോലെ തന്നെ സംസാരിക്കാം. ദൂരെ അമേരിക്കയിലോ ഇപ്പോൾ അങ്ങ് ചന്ദ്രനിലിരിക്കുകയാണെങ്കിൽ സംസാരിക്കാം. നേരിട്ട് സംസാരിക്കുന്നവരെ കാണുകയും ചെയ്യാം. പിന്നെ അടുത്തില്ല എന്നുള്ളൊരു വ്യത്യാസമേ ഉള്ളൂ. അപ്പം ആ അവസ്ഥയിലേക്ക് ആര് മാറി? അഗ്നി, ഇലക്ട്രോ മാഗ്നറ്റിക് ദൂതന്മാരുടെ സന്ദേശങ്ങൾ കൈമാറുന്ന അവസ്ഥയിലേക്ക് അഗ്നി മാറും. ഇനി 8 ഋഗ്വേദം മണ്ഡലം 1 സൂക്തം 72-8 സ്വാധ്യോദിവ ആസപ്തയുഹീരായോ ദൂരോ വ്രേതജ്ഞ അജാനൻ വിദദ്ഗവ്യം സരമാ ഋളഹ മൂർവം ഏനാനുകം മാനുഷീ ഭോജതേ വിട്ട്. ശ്രദ്ധയോടുകൂടി സൃഷ്ടിയുടെ നിയമങ്ങളെ അറിയുന്ന ഋഷികൾ ആകാശത്തു നിന്നും ഉത്ഭവിക്കുന്ന സപ്തനദികളെ ധനത്തിൻ്റെ കവാടരൂപമായി കരുതി അഗ്നിയുടെ പ്രേരണയാൽ സരമ ഗോക്കളെ കണ്ടുപിടിച്ചു. അവയിൽ നിന്ന് മനുഷ്യർക്ക് പോഷണം ഉണ്ടായി. സൃഷ്ടി രഹസ്യം അറിയുന്ന ഋഷികൾ ആകാശത്തിൽ നിന്നും ഉത്ഭവിച്ച സപ്തനദികളെ ധനത്തിൻ്റെ കവാടരൂപമായിട്ട് കണ്ടു. ആകാശത്തിൽ നിന്നും ഉത്ഭവിച്ച സപ്തനദികളെ, 7 നദികളെ. ആകാശത്തിൽ നിന്നാണ് ആദ്യമായിട്ട് ആകാശം എന്ന് പറഞ്ഞാൽ ഈ പ്രപഞ്ചം ആദ്യ ശൂന്യമായിരുന്നു. അതിൽ നിന്ന് ആദ്യമായിട്ട് ആറ്റങ്ങളാണ് ഉണ്ടായത്. ആ ആറ്റങ്ങളിലാണ് 7 സപ്തനദികളുള്ളത്. 7 തരം ഓർബിറ്റ് പ്രധാനപ്പെട്ടത്. കാരണം
ആ ഓർബിറ്റിൻ്റെ വ്യത്യാസം എന്താണ്? ഒന്നാമത്തേൽ ഒരു ഏറ്റവും പുറത്തെ ഓർബിറ്റിനാണ് പ്രാധാന്യം. അത് ഉള്ളത് ഒരു തരം മാറ്റം, ഏറ്റവും പുറത്ത് 2 ഇലക്ട്രോൺ ആണെങ്കിൽ 2 ആറ്റം, വേറൊരു തരം മാറ്റം, 3 ആണെങ്കിൽ 3 തരം മാറ്റം, 4 അങ്ങനെ 7 വരെയാകുന്ന ആറ്റങ്ങളാണ് യജ്ഞങ്ങളിലെല്ലാം പങ്കെടുക്കുന്നത്. 8 ആകുമ്പോൾ പിന്നെ ഒന്നിനും കൊള്ളില്ല, അത് ന്യൂട്രലാണ്, ഇനേർട്ട് ഗ്യാസസ് ആണ്. കെമിസ്ട്രി പഠിച്ചവർക്കറിയാം. അതാണ് പീരിയോഡിക് ടേബിളിൽ കുത്തനെ 8 കോളങ്ങളുണ്ട്. 8 കോളങ്ങൾ എന്ന് പറഞ്ഞാൽ ഒന്നാമത്തെ കോളത്തിലെ ആറ്റത്തിന് 1 ഇലക്ട്രോണേ പുറത്തുള്ളൂ, രണ്ടാമത്തെ 2 മൂന്നാമത്തെ 3, അങ്ങ് 8. 8ൻ്റെ അകത്തുനിന്ന് ഒന്നിനും പ്രവർത്തിക്കില്ല. പിന്നെ പ്രവർത്തിക്കുന്നത് 7 ഉള്ളൂ. അപ്പോൾ ആണ് 7 ഈ ഇലക്ട്രോൺ ഒഴുകുന്ന ആ ഓർബിറ്റിനാണ് നദികൾ എന്ന് പറയുന്നത്. അങ്ങനെ 7 തരം നദികൾ. അതാണ് പീരിയോഡിക് ടേബിളിലെ 7 ഗ്രൂപ്പുകൾ. അവയാണ് പ്രപഞ്ചത്തിലെ എല്ലാ വസ്തുക്കളുമായി മാറിയതെന്ന് ഋഷികൾ കണ്ടെത്തി. അതാണ് ധനത്തിൻ്റെ കവാടമെന്ന് അവർ മനസ്സിലാക്കി. ധനമുണ്ടാക്കണ്ടെങ്കിൽ ഈ പീരിയോഡിക് ടേബിൾ വെച്ച് 7 ഗ്രൂപ്പുകളിലെ ആറ്റങ്ങളുടെ സ്വഭാവങ്ങൾ നമുക്കറിയാം. അതിനെ എടുത്തിട്ട് നമുക്ക് വേണ്ട തരത്തിൽ യോജിപ്പിച്ച് കഴിഞ്ഞാൽ പല വസ്തുക്കളും ഉണ്ടാക്കും. നമുക്ക് വേണ്ടുന്ന തരത്തിലുള്ള വസ്തുക്കൾ ഉണ്ടാക്കിയെടുക്കാം. അതിലൂടെ ധനം നേടാം, പുരോഗതി നേടാം. നിന്റെ പ്രേരണയാൽ ശരമ ഗോക്കളെ നേടി. ഗോക്കൾ എന്ന് പറയുമ്പോൾ ഇലക്ട്രോണാണ്. ആ ആറ്റങ്ങളാണ് നമുക്ക് ഈ ഇലക്ട്രോണുകളെ സംഭാവന ചെയ്യുന്നത്. ആ ആറ്റങ്ങളുടെ ഓർബിറ്റുകളാണ് ആ നദികളാണ്. ആ നദികളിൽ ഒഴുകുന്ന ഇലക്ട്രോണിനെയാണ് ഇവിടെ ഗോക്കൾ എന്ന് പറയുന്നത്. ആറ്റത്തിൻ്റെ നദികളാകുന്ന ആ ഓർബിറ്റ് ഏറ്റവും പുറത്തെ ഓർബിറ്റാണ്. അത് 7 തരത്തിലുണ്ട്. ആ ഓർബിറ്റിൽ ഒഴുകുന്ന ഇലക്ട്രോണുകളാണ് ഗോക്കൾ. എന്തുകൊണ്ടാണ് പശുവായിട്ട് താരതമ്യപ്പെടുത്തുന്നത്? ഭൂമിയെ പശുവായിട്ടാണ് താരതമ്യപ്പെടുത്തുന്നത്. എന്തുകൊണ്ട്? നമുക്ക് വേണ്ടതെല്ലാം കിട്ടുന്നത് ഭൂമിയിൽ നിന്നാണ്. പശുവിൻ്റെ പാലിൻ്റെ പ്രത്യേകത എന്താണ്? ഒരു ശരീരത്തിന് വേണ്ട എല്ലാ പോഷകമൂല്യങ്ങളും അടങ്ങിയതാണ് പശുവിൻ്റെ പാല്. അതുകൊണ്ട് പാല് നമുക്ക് വേണ്ടതെല്ലാം തരുന്നു എന്ന് പറയുന്നത് പോലെ നമുക്ക് വേണ്ടതെല്ലാം തരുന്നതാണ് ഭൂമി. അതുകൊണ്ട് ഭൂമിയെ പശു എന്ന് പറയും. നമുക്ക് വേണ്ട ഈ പ്രപഞ്ചം തന്നെ ഉണ്ടായിരിക്കുന്നത് ഇലക്ട്രോണുകളിൽ നിന്നാണ്. അതുകൊണ്ട് ഇലക്ട്രോണുകളെയും ഗോക്കൾ എന്ന് പറയും. കെമിസ്ട്രി പഠിച്ചവർക്കറിയാം. അതിലൂടെ മനുഷ്യർക്ക് പോഷണമുണ്ടായി. അപ്പോൾ ആ ഓർബിറ്റുകളും ആ ഇലക്ട്രോണുകളുമാണ് മനുഷ്യർക്ക് പോഷണത്തിനുള്ള ഘടകങ്ങളായി മാറിയത്. അതായത് ഇലക്ട്രോണുകളാണ് രാസപ്രവർത്തനങ്ങൾക്ക് പങ്കെടുക്കുന്നത്. ഒരാറ്റത്തിൽ ഇലക്ട്രോണ് രാസപ്രവർത്തനത്തിൽ പങ്കെടുക്കുന്നതിൻ്റെ സ്വഭാവം അത് ഏത് ഓർബിറ്റ്, ഏറ്റവും അവസാനത്തെ ഓർബിറ്റിൽ എത്ര ഇലക്ട്രോൺ ഉണ്ട് എന്നതിനെ ആശ്രയിച്ചിരിക്കും. കെമിസ്ട്രി പഠിച്ചാൽ പെട്ടെന്ന് മനസ്സിലാവുള്ളൂ. അല്ലെങ്കിൽ പോയിട്ട് കുറച്ചൊന്ന് എന്താണ് പറയുന്നതെന്ന് പണ്ട് ആറ്റത്തിൻ്റെ എല്ലാം ഞാൻ പറഞ്ഞിട്ടുണ്ട്. ഈ വേദത്തിലൂടെ തന്നെ പഠിച്ചിട്ടുണ്ട്. പക്ഷെ അതിലൂടെ ഉൾക്കൊള്ളാൻ പറ്റുമോ? എല്ലാം നമ്മൾ ചെറിയ ക്ലാസ്സിലെല്ലാം ആറ്റത്തെ പറ്റി പഠിക്കുകയല്ലേ. ഒന്ന് ശ്രമിച്ചാൽ പെട്ടെന്ന് അത് ഉൾക്കൊള്ളാൻ പറ്റും. ഇനി 9ാമത്തെ ഋഗ്വേദം മണ്ഡലം 1 സൂക്തം 72 9. ആയേ വിശ്വാ സ്വപത്യാനി തസ്തു കൃണ്വാനാസോ അമൃതത്വായ ഗാതും മഹ്നാ മഹദ്ഭി പൃഥ്വി വീതസ്തോ മാതാ പുത്രൈർ അതിഥിർ ധായസേവേ. യാതൊരുത്തൻ ഉത്തമ കർമ്മങ്ങളാൽ അമരത്വം പ്രാപിക്കുവാൻ പ്രയത്നിച്ചുവോ അവരുടെ സൽക്കർമ്മങ്ങൾ കൊണ്ട് തന്നെ ഈ ഭൂമി മഹിമാപൂർവം അതിൻ്റെ സ്ഥാനത്ത് സ്ഥിതി ചെയ്യുന്നു. ഉത്തമ കർമ്മങ്ങൾ നടത്തുന്ന അമാനുഷികരായി മാറുന്ന തരത്തിലുള്ള മനുഷ്യർ, അതായത് ഉത്തമ കർമ്മങ്ങൾ ചെയ്യാൻ കഴിവുള്ളവർ, ജ്ഞാനം നേടി പുതിയ പുതിയ ശാസ്ത്രതത്വങ്ങൾ കണ്ടെത്തി അത്രയും ഉന്നതമായ കർമ്മങ്ങൾ ചെയ്യാൻ കഴിവുള്ളവർ. അത് ആരാണ്? കെമിസ്ട്രി എല്ലാം പഠിച്ചവർ തന്നെയാണ്. കെമിസ്ട്രി വസ്തുക്കളുടെ സ്വഭാവങ്ങളെല്ലാം പഠിച്ച് അതിലൂടെയാണ് പുതിയ അതിനാണ് കെമിസ്ട്രി എന്നെല്ലാം പറയുന്നത്. അത്തരത്തിലുള്ള
പുതിയ വസ്തുക്കളിലേക്കുള്ള ഗവേഷണത്തിനെല്ലാം ശ്രമിച്ച് അതിലൂടെയാണ് ലോകം പുരോഗമിക്കുന്നത്. നമ്മൾ എന്തെല്ലാം തരം വസ്തുക്കളിൽ നിന്ന് നിർമ്മിച്ചെടുത്തിട്ടുണ്ട് കൃത്രിമമായിട്ട്. റബ്ബർ കൃത്രിമമായി റബ്ബർ പോലെയുള്ള അതിനെക്കാട്ടി മെച്ചപ്പെട്ട് ഉണ്ടാക്കിയിട്ടുണ്ട്. എന്തെല്ലാം സാധനങ്ങൾ ഇന്ന് മരത്തിൻ്റെ സാധനം എന്നല്ല ഉപയോഗിക്കുന്ന എല്ലാം സിന്തറ്റിക് മറ്റേ സാധനങ്ങളെല്ലാം. കട്ടിലെല്ലാം സിന്തറ്റിക് ആയിട്ട് മാറിക്കൊണ്ടിരിക്കുകയാണ്. എല്ലാം എന്തായാലും അതെല്ലാം അത്രയും ബുദ്ധിമാന്മാരായ മനുഷ്യർ കെമിസ്ട്രിയുടെ സംഭാവന തന്നെയാണ്. അപ്പം അജ്ഞയും ജ്ഞാനമായ ആൾക്കാരാണ് ഈ ഭൂമിയെ മഹത്വപൂർണമായ സ്ഥിതിയെ പ്രാപിക്കുന്നു. അവരിലൂടെ ഈ ഭൂമി മഹത്വപൂർണമായ സ്ഥിതിയിലേക്ക് എത്തിച്ചേരുന്നു. ഈ ഭൂമി ഇത്രയും സുന്ദരമായത് നോക്കൂ. മുമ്പിലോട്ട് പോകുന്ന വാഹനങ്ങളിലെല്ലാം ഉപയോഗിക്കുന്ന മെറ്റീരിയൽസ് എന്തെല്ലാം തരം മെറ്റീരിയലാണ്. ആ കാറിൻ്റെ എല്ലാം തിളക്കം, ആ പെയിൻറ്റിൻ്റെ, അതെല്ലാം ബുദ്ധിമാന്മാരായ ആൾക്കാർ ഗവേഷണത്തിലൂടെ സയൻസ് പഠിച്ചവരിലൂടെ ഈ നേരത്തെ പറഞ്ഞ സപ്തനദികളെയും അതിലുള്ള ഗോക്കളെയും എല്ലാം മനസ്സിലാക്കിയവരാണ് ഇതെല്ലാം ഉണ്ടാക്കിയിട്ടിരിക്കുന്നത്. ഇനി 10 ഋഗ്വേദം മണ്ഡലം 1 സൂക്തം 72 10 അധിശ്രിയം നി ദധുശ്ചാരും അസ്മിൻ ദിവോ യദക്ഷി അമൃത അകൃണ്വൻ അദക്ഷരന്തി സിന്ധവോ ന സൃഷ്ട പ്രനിചീരഗ്നേ അരുഷീരജസൻ. ദേവഗണം ഈ ലോകത്തിൽ മനോഹരമായ തേജസ് സ്ഥാപിച്ചു. ആകാശത്തിന് 2 നേത്രങ്ങൾ നൽകി. പിന്നീട് നദികൾ പോലെ താഴോട്ടിറങ്ങുന്ന ഉഷസ്സിനെ മനുഷ്യർക്ക് അറിയുവാൻ കഴിഞ്ഞു. ദേവഗണങ്ങൾ ആകാശത്തിൽ ഈ ലോകത്തിൽ മനോഹര തേജസ്സുകളെ സ്ഥാപിച്ചു. ദേവഗണങ്ങൾ എന്ന് പറഞ്ഞാൽ സൃഷ്ടി നടത്തുന്നതിന് മുമ്പിലുള്ള എല്ലാ വസ്തുക്കളും ദേവതകൾ തന്നെയാണ്. അത്തരം ദേവതകൾ ഇലക്ട്രോണ് പ്രോട്ടോൺ എല്ലാം കൂടിയിട്ടാണ് ലോകത്തിൽ മനോഹരമായ തേജസ്സുകളെ ഉണ്ടാക്കിയിട്ടുണ്ട്. എന്താ മനോഹരമായ തേജസ്സുകൾ? ഈ പ്രപഞ്ചം തന്നെ മനോഹരമായ ഒരു തേജസ്സാണ്. 49 മരുത്തുക്കൾ കൂടിയതാണ് പ്രപഞ്ചം. 49 മരുത്തുക്കൾ ഇങ്ങനെ കറങ്ങിക്കൊണ്ടിരിക്കുകയാണ് ഒരു പ്രത്യേക ഒരു ഗോളത്തിനകത്ത്. ആ ഓരോ മരുത്തിൻ്റെ അകത്തും കോടിക്കണക്കിന് നക്ഷത്രങ്ങളുണ്ട്. ആ നക്ഷത്രങ്ങളിലും ഓരോന്നും മറ്റൊന്നിനെ ചുറ്റിക്കൊണ്ടിരിക്കുകയാണ് ഒരു പ്രത്യേക നിയമത്തിൻ്റെ അടുത്താണ്. അതിലുള്ള ഒരു നക്ഷത്രമാണ് സൂര്യൻ. സൂര്യന് ചുറ്റും ഗ്രഹങ്ങൾ ഇങ്ങനെ ചുറ്റിക്കൊണ്ടിരിക്കുന്നു. ഇനി ഇതെല്ലാം ഉണ്ടാക്കിയിരിക്കുന്ന ആറ്റങ്ങളാണെങ്കിൽ അതിലും ഗോളങ്ങളും ചുറ്റലും എല്ലാം തന്നെ ഇങ്ങനെ മഹത്വപൂർണ്ണമായി എന്നിട്ടാണ് ഈ മഹത്വപൂർണ്ണമായ നമ്മൾ ഈ കാണുന്നതെല്ലാം പ്രപഞ്ചത്തിൽ തേജസ്. ഇതെല്ലാം തേജസ് തന്നെയാണ്. ലോകത്തിൽ മനോഹരമായ തേജസ്സുകൾ സ്ഥാപിക്കുകയും ആകാശത്ത് 2 കണ്ണുകൾ നൽകുകയും ചെയ്തു. എന്താ 2 കണ്ണുകൾ? കാഴ്ചക്ക് വേണ്ട സാധനങ്ങൾ സൂര്യനെയും ചന്ദ്രനെയും നമുക്ക് ആകാശത്തങ്ങ് സ്ഥാപിച്ച് തരികയും ചെയ്തു. 2 കണ്ണുകൾ പോലെ. എന്നിട്ടോ അതിനുശേഷമാണ് നദികളെപ്പോലെ താഴോട്ടൊഴുകുന്ന ഉഷസ്സിനെ മനുഷ്യർ കണ്ടത്. അപ്പോഴാണ് നദികളെപ്പോലെ ഒഴുകുന്ന ഉഷസ്. സൂര്യൻ്റെ മുമ്പിൽ ആ ഒരു വെളിച്ചമുണ്ടല്ലോ. സൂര്യൻ വരുന്നതിനെക്കാട്ടി മുമ്പിൽ ഒരു വെളിച്ചം ഇങ്ങനെ ഉണ്ടാകും. അതിനാണ് ഉഷസ് എന്ന് പറയുന്നത്. ആ ഉഷസ്സിൽ നിന്നുള്ള പ്രേരക ശക്തികളാണ് നമ്മളെ എല്ലാം സ്വാധീനിക്കുന്നത്. അവരിൽ നിന്ന് ചില നദികളെപ്പോലെ ഒഴുകി വരുന്നുണ്ട് ആ ഉഷസ്സിൽ നിന്ന്. ഒന്ന് വെളിച്ചം തന്നെ. വെളിച്ചം മാത്രമല്ല, ആകർഷണ ബലങ്ങളെല്ലാം നമ്മളെ സ്വാധീനിക്കുന്ന പ്രേരക ശക്തികളെല്ലാം. വെളിച്ചം ഉദിക്കുമ്പോൾ, വെളിച്ചം കാണുമ്പോഴാണ്, അന്തരീക്ഷത്തിലൊരു വെട്ടം വരുമ്പോഴാണ് പക്ഷികളെല്ലാം ചാടിപ്പിടിച്ച് എഴുന്നേറ്റ് ബഹളം കൂട്ടുന്നത്. മനുഷ്യരും ചിലവർ മൂടിക്കുറച്ചുറങ്ങും, അത് വേറെ കാര്യം. എന്നാലും പൊതുവേ ആ വെട്ടം വീഴുമ്പോൾ, അല്ല സൂര്യനെ കാണുമ്പോൾ, സൂര്യൻ കുറച്ച് കഴിഞ്ഞിട്ട് മെല്ലനേ വരുള്ളൂ. ഈ ഉഷസ്സാണ് മുമ്പിൽ കയറി വരുന്നത്. അപ്പോഴാണ് എല്ലാ പക്ഷികളെല്ലാം ചലിപ്പിക്കുകയാണ്. നദികൾ ഇളകുന്ന മാതിരി പക്ഷികളെല്ലാം പിന്നെ അവരിൽ നിന്നും ശബ്ദങ്ങൾ ഇങ്ങനെ നദികളെ പോലെ ഒഴുകാൻ തുടങ്ങും. ഊർജലം നദീരൂപത്തിലാണ്. അപ്പോൾ ഉഷസ് വരുമ്പോൾ ആ ഉഷസ്സിൽ നിന്നുള്ള ഒരു തരംഗങ്ങൾ എല്ലാ ജീവജാലങ്ങളെയും
ചലിപ്പിക്കും, അവൻ പാടാൻ തുടങ്ങും. എന്തെല്ലാം ബഹളങ്ങളാണ് രാവിലെ ആ ഉഷസ് കയറി വരുമ്പോഴേക്ക്. അതിനെല്ലാം പ്രേരിപ്പിക്കുന്ന ആ ഒരു ശക്തി നദികൾക്ക് സമാനം അതിൽ നിന്നും ഉത്ഭവിച്ച് താഴോട്ടേക്ക് വരുന്നുണ്ട്.